ഇന്നലെ അമേരിക്കൻ വിപണി മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസ് പ്ലസിലും ബാക്കി 2 ഇൻഡെക്സുകളും മൈനസിലാണ് ക്ലോസ് ചെയ്തത്. അമേരിക്കയിലാകെ ഒരു ടെക്നോളജി ഷെയറിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. ഇന്ന് ഏഷ്യൻ വിപണിയാണെങ്കിൽ തന്നെ മിക്സഡ് ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് യെൻ ഡോളറിനെതിരെ വീക്ക് ആവുന്നത് ഏഷ്യൻ മാർക്കറ്റിനൊക്കെ ഒരു ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വരാൻ ഉള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ജപ്പാൻ വിപണിക്ക്. അതുപോലെ തന്നെ ഇന്ത്യയിൽ മൺസൂൺ തുടങ്ങി എന്നുള്ള വാർത്ത മാർക്കറ്റിന് പോസിറ്റീവ്. ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. എങ്കിലും മാർക്കറ്റ് പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ആയിട്ടുണ്ട്. ഇതൊരു സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് വേറെ ഇന്ത്യയിൽ ഡേറ്റ ഒന്നും വരാനില്ല. US മാർക്കറ്റിൽ ഹോം സെയിൽസ് ഡേറ്റയും US ഫെഡ് ഒഫീഷ്യലിന്റെ സ്പീച്ചും ഉണ്ട്. ഇനി നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 23,600 ലെവലുകൾ ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. 23,660, 23,720 ലെവലിൽ റെസിസ്റ്റൻസ് ഉണ്ട്. 23,480, 23,440, 23,350 ലെവലുകളിൽ സപ്പോർട്ട് ഉണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിക്കാണ് 52,220 ലെവല്, 52,500 ലെവലാണ് റെസിസ്റ്റൻസ് ഉള്ളത്. സപ്പോർട്ട് ഉള്ളത് 51,610, 51,330 ലെവലുകളിലാണ്.